അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ ആ കരിക്കാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് കരിക്ക് കൊണ്ടുവന്ന അടിപൊളി ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇത് കുട്ടികൾക്ക് ഇഷ്ടമാകും, അതെനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ ഇത് കാണുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് അറിയിക്കാനുണ്ട്. കാരണം എനിക്ക് എന്റെ ഇതില് 10K ഫോളോവേഴ്സ് ആയതിന്റെ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി നമുക്ക് ഇത് കണ്ടാലോ. നമ്മൾ കഴുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടല്ലോ, ഈ ചുവപ്പ് കാണുന്ന റോസ് കാണുന്ന ആ സാധനം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് തനി വെള്ളയാക്കി എടുക്കണം മൊത്തത്തിൽ. അപ്പൊ നമ്മൾ മൊത്തം റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നല്ല അരച്ചെടുക്കണം. ജാറിലോട്ട് മാറ്റാം. കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മളിതാ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു 2 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കട്ടയൊക്കെ പോയി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോൺഫ്ലവറും കൂടെ കലക്കി ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. ചെറുതായിട്ട് മതി. അപ്പോൾ പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ കരിക്കുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് നല്ലോണം ഇളക്കി നമുക്ക് ഇതിൻ്റെ കട്ടയൊക്കെ എടുക്കണം. കാരണം ഒന്നും കൂടെ നല്ലോണം കുറുകി വരണം. ഇപ്പം എല്ലാം കട്ടയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടണം നമുക്കിത്. അപ്പോൾ നല്ല ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം കേട്ടോ. നമുക്ക് കട്ടയൊക്കെ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് ഒഴിക്കാം. ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റാം. അപ്പൊ നമ്മൾ ഇപ്പൊ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു നല്ലോണം തണുത്തതിന് ശേഷം നമ്മളിത് 2 മണിക്കൂറോളം ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പൊ കൂടാതെ ഏകദേശം 2-2.5 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഐറ്റം കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി ചെയ്യാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പൊ കിടക്കാച്ചായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അതുകൂടെ ചേർക്കാറുണ്ട്. മൊത്തത്തിൽ ഇന്ന് വിതറി കൊടുക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അടിപൊളി, സൂപ്പർ സാധനം കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്.